അപ്പൊ എല്ലാവരും ടെൻഷൻ ആയിട്ടിരിക്കുമെന്ന് ഞങ്ങൾക്ക് അറിയാം. അപ്പൊ അതിനുള്ള ഒരു സൊല്യൂഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഒത്തിരി ടെൻഷൻസ് ഉണ്ട്. ഇനി എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്നുള്ളതൊന്നും അറിയില്ല എന്നറിയാം. നിങ്ങളുടെ ഈ ഒരു അവസ്ഥ ഇതുപോലെയാണെന്ന് അറിയാം. ഓക്കെ, അപ്പൊ ഈ ഒരു സെഷനിൽ ബാക്കിയുള്ള സബ്ജക്ട് നിങ്ങളെ കൂടെ നിന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഫുൾ മാർക്സ് വാങ്ങാൻ വേണ്ടിയിട്ട് സഹായിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ സോഷ്യലും നാളത്തെ എക്സാം സൂപ്പർ ആക്കി തരാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, യെസ്. അപ്പൊ ഇന്ന് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഇന്ന് നമ്മള് ക്വസ്റ്റ്യൻസ് അല്ലെ, നമ്മൾ ക്വസ്റ്റ്യൻസ് പ്രിഡിക്ട് ചെയ്യാൻ പോകാം. കുറച്ച് ക്വസ്റ്റ്യൻസ് നാളത്തെ ചോദ്യപേപ്പറിൽ കാണാൻ പറ്റുന്ന, നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന. ഓക്കെ, അപ്പൊ നമ്മുടെ ചാപ്റ്റേഴ്സ് നോക്കുകയാണെങ്കിൽ എത്ര ചാപ്റ്റേഴ്സ് നമുക്കുള്ളത്? ടോട്ടൽ 12 ചാപ്റ്റേഴ്സ് അല്ലേ? 12 ചാപ്റ്റേഴ്സ് നമുക്കുണ്ട്. അപ്പൊ 3 ടേം ആയിട്ടാണുള്ളത്. ഫസ്റ്റ് ടേം അതായത് ഓണം എക്സാമിന്റെ സമയത്തുള്ളത് നിങ്ങൾ പഠിക്കേണ്ടെന്നല്ല, അതിൽ നിന്ന് ഒന്നോ രണ്ടോ ടോപ്പിക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ടേമിൽ അത്ര നോക്കിയാൽ മതി. ഇനി സെക്കൻഡ് ടേം നോക്കുകയാണെങ്കിൽ അതിന് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഏത് ടേമിലാണ്? തേർഡ് ടേമിലാട്ടോ. അതായത് നമ്മുടെ ലാസ്റ്റ്. നിങ്ങൾ എന്ത് ചെയ്യണം, ഏകദേശം എത്ര ചാപ്റ്റേഴ്സ് ആണ് അവിടെ വരുന്നത്? 3 ചാപ്റ്റേഴ്സ് ആണ് വരുന്നത്. അത് നിങ്ങൾ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യണം. അപ്പൊ ഈ ഒരു ചാപ്റ്റേഴ്സിൽ നിന്ന് കൂടുതൽ ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് ടോപ്പിക്സ് ഏതാണ് നമുക്ക് പറയാം. ഓക്കെ, യെസ്. അപ്പൊ ഫസ്റ്റ് ചാപ്റ്റർ ഏതാ? ഭൂമിയും കഥയും കാര്യവും, മിത്ത് ആൻഡ് റിയാലിറ്റി. നമ്മുടെ സെക്കൻഡ് ടേം മുതലാണ് കേട്ടോ പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് ഇതിൽ ലാറ്റിറ്റ്യൂഡ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡ് പഠിച്ചിട്ടില്ല. അക്ഷാംശ രേഖയും രേഖാംശ രേഖയും അത് നന്നായിട്ട് എന്ത് ചെയ്യാ നോക്കി വെക്കുക. നെക്സ്റ്റ്, ലൊക്കേറ്റ് ദ പൊസിഷൻ ബേസ്ഡ് ഓൺ ലാറ്റിറ്റ്യൂഡ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡ്. അതായത് അക്ഷാംശ രേഖയും രേഖാംശ രേഖയും അടിസ്ഥാനമാക്കിയിട്ടുള്ള സ്ഥാനം കണ്ടെത്താനുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും. എന്ത് ചെയ്യാ മക്കൾ നന്നായിട്ട് നോക്കി വെക്കുക. ലാസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എർത്ത് ഷേപ്പ് എന്താണ്, ജിയോയിഡ് ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് എന്ത് ചെയ്യാ നന്നായിട്ട് നോക്കി വെക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ എന്ത് ചെയ്യാ ഇമ്പോർട്ടൻസ് ആയിട്ട് ചോദിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ അതേപോലെ ഈ ഒരു ഡയഗ്രാം നോക്കി വെക്കുക. അതായത് പൊസിഷൻ നോക്കി വെക്കുക, അതുപോലെ എന്താണ് ഡിഗ്രി എത്രയാന്ന് നോക്കി വെക്കുക. ഓക്കെ, ഇതൊക്കെ എന്താണ് നിങ്ങൾ നന്നായിട്ട് നോക്കി വെച്ചിട്ട് ഈ ചാപ്റ്ററിന് ഇത്ര മാത്രം പഠിച്ചാൽ മതി. ഇത്ര മാത്രം പഠിച്ചാൽ മതി. ഇനി അടുത്തത് വൈവിധ്യങ്ങളുടെ ലോകം, വേൾഡ് ഓഫ് ഡൈവേഴ്സിറ്റീസ് ആണ്. അപ്പൊ അവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒയാസിസ് എന്താണ്, മരുപ്പച്ചകൾ എന്താണെന്നല്ലേ. അപ്പൊ ഡെസേർട്ടിൽ വെള്ളം കാണുന്ന സ്ഥലമാണ്. ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ പഠിച്ചാണ്. ആ കാര്യങ്ങൾ നിങ്ങൾ ഉറപ്പുവരുത്തുക. ഇനി അടുത്തത് ഫീച്ചേഴ്സ് ഓഫ് ഡിഫറെന്റ് ക്ലൈമാറ്റിക് റീജിയൻസ്. എത്ര ക്ലൈമാറ്റിക് റീജിയൻസ് ഉണ്ട്? 3 ക്ലൈമാറ്റിക് റീജിയൻസ് ആണ്. അപ്പൊ അതിന്റെ ഓരോന്നിന്റെയും സവിശേഷതകൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. അതേപോലെ തന്നെ നമ്മളെ പിഗ്മികളെ കുറിച്ചിട്ട് എന്ത് ചെയ്യുക, ഒരു 4-5 ലൈന് നിങ്ങൾ പഠിച്ചു വെക്കാം. യെസ്. അതേപോലെ ഈ ഒരു ചാപ്റ്ററിന് നമ്മളോട് ഡെസേർട്ട് ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതെ, അങ്ങനെ ഒരു ചോദ്യം കൂടെ ഉണ്ടാവും. അപ്പൊ ഓരോ കോണ്ടിനെന്റ്സിലും എവിടെയാണ്, ഓരോ വൻകരയിലും എവിടെയാണ് ഓരോ ഡെസേർട്ട് ഉള്ളതെന്ന് കാര്യം കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് സെറ്റ് ആക്കുക. അപ്പൊ ഇതൊരു ടിപ്പിലൂടെ മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട് വീഡിയോസ്. അപ്പൊ നിങ്ങൾ അതൊക്കെ നോക്കിയിട്ട് ഈ ചാപ്റ്റർ അങ്ങ് സെറ്റ് ചെയ്യണം. ഇനി അടുത്തത് മധ്യകാല ഇന്ത്യ കലയും സാഹിത്യവും, മിഡീവൽ ഇന്ത്യ ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ ആണ്. അപ്പൊ ഇവിടെ ഒരുപാട് ടെമ്പിൾസിന്റെ നിർമ്മിതികളുടെ ഒരു ആർക്കിടെക്ചർ ഫോംസ് ഒക്കെ നമ്മൾ പറയുന്നത്. അപ്പൊ ആ പോർഷൻസ് നിങ്ങൾ നിർബന്ധമായിട്ടും ഫോക്കസ് ചെയ്യണം. ഇനി അടുത്ത ഇൻഡോ ഇസ്ലാമിക് സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു ഏരിയ നിങ്ങൾ വിട്ടുപോകരുത്. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ടേബിളൂടെ പഠിച്ചു വെക്കാം. ഓരോ ഓതേഴ്സും അതേപോലെ ഏത് ഭാഷയിലാണ് ആ ബുക്സ് രചിച്ചതെന്നുള്ള കാര്യങ്ങൾ. അതെ, അങ്ങനെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നല്ല രീതിയിൽ ഇത് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടതുണ്ട്. ഇനി അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് നമ്മുടെ മിഡീവൽ വേൾഡ് ആണ്. മധ്യകാല ലോകം എന്ന് പറയുമ്പോൾ തന്നെ അവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ടത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് കഴിഞ്ഞ ഇയേഴ്സിലൊക്കെ ചോദ്യപേപ്പറിൽ കണ്ടതാണ്. മുൻ വർഷത്തെ ചോദ്യപേപ്പറിൽ അറബ്സിന്റെയും പിന്നെ ചൈനീസിന്റെയും കോൺട്രിബ്യൂഷൻസ് എന്താണെന്നുള്ള തരത്തിൽ ഒരു ചോദ്യം ഉണ്ടാവും. അതേപോലെ തന്നെ അവിടുത്തെ മെയിൻ ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസ് ഏതാണെന്നുള്ള കാര്യം കൂടെ പഠിച്ചു വെക്കുക. പിന്നെ ഈ ഒരു ഹൈറാർക്കി ഫോം, അതെ, ഇതെങ്ങനെയാ ചോദിക്കാന്ന് വെച്ചാൽ ഇവിടെ ഒക്കെ ബ്ലാങ്ക് ആയിട്ട് നമുക്ക് ചോദിക്കുന്നത്. അപ്പൊ ഇതുകൂടെ നിങ്ങൾ ഈ ചാപ്റ്ററിൽ നിന്ന് ഫോക്കസ് ചെയ്യേണ്ടതാണ്. ഇനി അടുത്തത് മധ്യകാല കേരളമാണ് അല്ലെ. അപ്പൊ കലാരൂപങ്ങളെ കുറിച്ചിട്ട് ഓരോ പിക്ചേഴ്സ് തന്നിട്ട് ചോദിക്കാം, അല്ലാതെ ഓരോ കലാരൂപം ഏതാണെന്ന് ചോദിക്കാം. അതേപോലെ ടെമ്പിൾ ആർട്ടും റിച്വൽ ആർട്സും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിക്കാം. പിന്നെ സ്റ്റേജ് വെയർ ടെമ്പിൾ ആർട്സ് ആർ പെർഫോംഡ്. ഇത്തരം ഒരു ചോദ്യം കൂടെ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പൊ ഇനി അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് ഡൈവേഴ്സിറ്റി ഇൻ സോഷ്യൽ ലൈഫ് ആണ്, സമൂഹ ജീവിതത്തിലെ വൈവിധ്യം. അപ്പൊ ഇവിടെ മെയിൻ നമ്മൾ പഠിക്കുന്നത് റൂറലും അർബൻ കമ്മ്യൂണിറ്റീസ് ആണ് അല്ലെ. നമ്മുടെ ഗ്രാമപ്രദേശങ്ങളും നഗരപ്രദേശങ്ങളും അവ തമ്മിലുള്ള വ്യത്യാസം അത് നിർബന്ധമായിട്ട് പഠിക്കുക. അതേപോലെ നമ്മുടെ ട്രൈബ്സിനെ കുറിച്ചും ട്രൈബ്സ് എവിടെ ജീവിക്കുന്നെന്നും അവരുടെ ഹെഡ് ആരെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാലോ. അതുകൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, റിപ്പീറ്റഡ് ആണ്. ഓക്കെ, അപ്പൊ ഇതുകൂടെ നിങ്ങൾ ഈ ചാപ്റ്ററിന് അടിപൊളിയായിട്ട് പഠിച്ചു വെക്കേണ്ടതുണ്ട്. ഇനി അടുത്തത് ഡെമോക്രസി ആൻഡ് റൈറ്റ്സ് ആണ് അല്ലെ. യെസ്. അപ്പൊ ഇവിടെ എന്താ ചോദിക്കുന്നത്? റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് അല്ലെ, അവകാശങ്ങളും കടമകളും. ആ ഒരു സെഷന് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതുണ്ട്. പിന്നെ ഡെമോക്രസിയുടെ മെറിറ്റ്സും ഡിമെറിറ്റ്സും. യെസ്, അത് സപ്പോർട്ട് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റും
അതിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ളത് കൂടുതൽ ചോദിക്കില്ല, കൂടുതൽ മെറിറ്റ്സ് തന്നെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത്. ഓക്കെ, പിന്നെ നമ്മളെ കുട്ടികളുടെ റൈറ്റ്സ്, ഓക്കെ, അത് നമുക്ക് അറിയുന്നതിനാണല്ലോ. ആ റൈറ്റ്സ് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ക്ലിയർ ആക്കി പഠിക്കുക. പിന്നെ ഡെമോക്രാറ്റിക് ഗവൺമെന്റും നോൺ ഡെമോക്രാറ്റിക് ഗവൺമെന്റും, ഇന്ത്യ എന്ന് പറയുന്ന ഡെമോക്രാറ്റിക് ആണല്ലേ, അപ്പൊ അത്തരത്തിലൊരു ചോദ്യം കൂടി ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. പിന്നെ നമ്മുടെ വിദ്യാഭ്യാസ അവകാശ നിയമം RT, അപ്പൊ അതിൽ കൂടുതലും ഇയർ ആണ് ചോദിക്കുന്നത്. അപ്പൊ ഈ ഒരു വർഷം ഏതാണെന്ന് ഇവരെന്ത് ചെയ്യട്ടെ, നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇനി അവിടുത്തെ അവസാനത്തെ നമ്മുടെ ചാപ്റ്റർ എന്ന് പറയുന്നത് പ്രകൃതിയുടെ വരദാനം, ഗിഫ്റ്റ് ഓഫ് നേച്ചർ. ഇതിൽ നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്, കുറെ റിസോഴ്സസും അതിന്റെ ടൈപ്സ് ഒക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ. എന്താണ് എയർ, വാട്ടർ, ഫോറസ്റ്റ് അല്ലേ, അതൊക്കെ പഠിച്ചില്ലേ. അതൊക്കെ എന്ത് ചെയ്യാ, നന്നായിട്ട് നോക്കി വെക്കുക, പോയിന്റ്സ് നോക്കി വെക്കുക കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് റിന്യൂവബിൾ ആൻഡ് നോൺ റിന്യൂവബിൾ സോഴ്സ് അല്ലെ. എന്താണ് നമുക്ക് പുനർ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നതും പിന്നെ ഉൽപ്പാദിപ്പിക്കാൻ പറ്റാത്തതും ഒക്കെ ആയിട്ട് നമ്മൾ കുറെ പഠിച്ചിട്ടുണ്ട്. അതെന്ത് ചെയ്യാ, കുറെ എക്സാമ്പിൾസ് ഒക്കെ നിങ്ങൾ എന്തായാലും നോക്കി വെക്കുക. എക്സാമ്പിൾസ് ആയത് പഠിച്ചാൽ തന്നെ ഈസിയാണ്. എക്സാമ്പിൾസ് നോക്കി വെച്ചാൽ മതി, എക്സാമ്പിൾസ് നോക്കി വെക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയാണ് നിങ്ങൾക്ക് ഈ ഒരു സെഷനിൽ നിങ്ങൾക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസ് എന്ന് പറയാനുള്ളത്. നന്നായിട്ട് ഫോക്കസ് ചെയ്യാം. സെക്കൻഡ് പാർട്ട് നന്നായി, അതിനുശേഷം തേർഡ് പാർട്ട് ഒന്നുകൂടെ ഫോക്കസ് ചെയ്യേണ്ടതുണ്ട്. തേർഡ് പാർട്ട് നന്നായിട്ട് ഫോക്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്.